It's like magic. Good morning. നമ്മുടെ ഇവിടെ രാവിലെ ആയിട്ടില്ല, കാരണം ഇപ്പം 5 മണി ആയിട്ടേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ട്രാൻസ്ലേഷൻ വേണ്ടി എടുക്കാൻ പോവുകയാണ്. 3, 2, 1 go. അപ്പോൾ 3, 2, 1 ചാടുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ആവും. 3, 2, 1 ഗൈസ്. അപ്പോൾ എന്താണ് എൻ്റെ യൂണിഫോം? ഗൈസ്, പാൻ്റാണ് ഗൈസ്. യൂണിഫോം ഇതാണ്. ഇനിയിപ്പം മേക്കപ്പ് പരിപാടികളാണ്. ഇപ്പം ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ജസ്റ്റ് വെള്ളം എടുക്കുക, മുഖം കഴുകുക. അല്ല, വെള്ളം എടുക്കുക, മുഖം കഴുകി കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ വെക്കാൻ പാടാണ് ഗൈസ്, അതൊന്നും വെക്കാൻ പാട് നല്ല രീതിയിലൊന്നും നല്ല രീതിയിൽ. പിന്നെ ടവലോ തുറത്തെടുക്കുക, വൈപ്പിറ്റ്. നെക്സ്റ്റ് ഫിനിഷ് ഗൈസ്. നെക്സ്റ്റ് പിന്നെ പൗഡർ പൊട്ടൊക്കെ ഇടാം. ഇപ്പോൾ എവിടെയെങ്കിലും വീരാം, ശ്രദ്ധിക്കണ്ട ഗൈസ്. ഇതിലേക്ക് ഒരു പാത്രം ഇതും take it this and pound it and look at the mirror and liquid. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എൻ്റെ ഫോണിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് വോയിസ് ഓവർ കൊടുക്കും കേട്ടോ ഗൈസ്, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പൗഡർ കൊടുത്തിട്ട് ജസ്റ്റ് അടുപ്പിടുക, ഇറ്റ് ആൻഡ് ക്ലോസ് ഇറ്റ് ആൻഡ് put it and mix it. പിന്നെ ചെയ്യാം, നമ്മൾ ആദ്യം നോക്കണം പൗഡർ ഇത്ര മതിയോ, ഇത്ര പറ്റില്ല ഗൈസ്. പൗഡർ ഇത്ര വേണമെങ്കിൽ ബാക്കി അടിച്ചതിൻ്റെ ഭാഗത്തിന് ഇട്ടാൽ മതി. അടിച്ച് ഭാഗത്തിന് കുറച്ചേ ഉള്ളൂ. അയ്യോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ സമയത്താണ് വീഡിയോ. ഗൈസ്, ഇങ്ങനെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കും. ആ കാര്യമൊക്കെ തന്നെ അറിയുകയാണ്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കും കേട്ടോ ഗൈസ്. നല്ല പൗഡർ എവിടെയും പറ്റാത്ത പൗഡറാണ്. ഭയങ്കര വിയർപ്പാണ് ഗൈസ്, കാരണം ഇപ്പോൾ നമ്മുടെ പൗഡർ ഇങ്ങനെ പൊട്ടിയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തുടച്ച് കൊടുക്കണം. അപ്പം ഗൈസ്, അപ്പം ഇതാണ് പൗഡർ ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന പരിപാടി ഐലൈനർ എഴുതുക. അതിന് മുമ്പ് നിങ്ങൾ വാസലിൻ ചൂടി ഇട്ടിരിക്കണം കേട്ടോ ഗൈസ്. പറഞ്ഞാൽ എങ്ങനെയാണ് പരിപാടി. ഗൈസ്, നെക്സ്റ്റ് ചുമ്മാതെ ഒന്ന് മുടി കെട്ടുക, മുടി കെട്ടി വയ്ക്കുക. ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുക്കുക, ജസ്റ്റ് എങ്ങനെയാണ് കെട്ടാൻ പറ്റുന്നത് അതേപോലെ കെട്ടി വയ്ക്കുകയാണ്.
ജസ്റ്റാണ് ഗൈസ് ഇത്. ഓ മൈ ഗോഡ്, ദിസ് പൗഡർ മൊത്തം പോയ പണി കിട്ടും. അപ്പോൾ ഗൈസ് ഭയങ്കര പണിയാണ് ഇതുകൊണ്ടിരിക്കുന്നത്. എന്തോ പൗഡറിന് എന്തോ പറ്റി. ദാറ്റ് വൈസ് പൗഡർ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര മതി പൗഡർ ഇട്ടത്. പിന്നെ നെക്സ്റ്റ് ടേക്ക് ഇറ്റ് വൺ ഐലൈനർ, ഡാസ്ലർ ഐലൈനർ എടുക്കും. കൺമക്കി വരച്ചിട്ട് കാണാം. ഗൈസ് നമ്മൾ പൗഡർ ഇട്ടു. ഇന്നലെ തണുത്ത കാറ്റ്. മൈ യൂണിഫോം നല്ല രസമുണ്ട്. മുടി കെട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹെയർ കെട്ടി പോണിറ്റൈലാണ്. അപ്പം അടിപൊളി. ഇനി ആഹാരമാണ് നമ്മൾ നെക്സ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഷൂ കഴിഞ്ഞിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാം. കാണിച്ചു തരാം. ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും. അപ്പം ഗൈസ് എഡിറ്റ് ചെയ്യുന്നത് വല്ലാത്ത പണിയാണ്. അപ്പം ഗൈസ് നമ്മൾ ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും മൈ മദർ ഈസ് ടേക്കിംഗ്. ഗൈസ് വെളുപ്പാങ്കാലം ഞാൻ എണീച്ചത് 5 മണിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, രാവിലെ ഒന്നും അതായില്ലായിരുന്നു. എണീച്ചത് 5 മണിക്കാണ്. രാവിലെ ആയിട്ടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തന്നില്ലേ, ഭയങ്കര രസമല്ലായിരുന്നോ? മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. വ്യൂ ആയിരുന്നു ഗൈസ്. അതൊക്കെ അത് മറക്കാൻ പറ്റാത്തൊരു വ്യൂ. ഗൈസ് ഇന്ന് എനിക്ക് മൂഡില്ലാത്ത ദിവസമായതുകൊണ്ട് ഐലൈനർ കുളമായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും പ്ലസ് 1 ഇഡ്ഡലി, 2 ഇഡ്ഡലി ആവശ്യമില്ല എനിക്ക് ഗൈസ്. ഞാൻ അവിടെയാണ് കഴിക്കുന്നത് ഇഷ്ടം. പക്ഷെ ഇപ്പം വെച്ചില്ല. അടിപൊളി രസമുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിക്കറിയും. അവിടെ എനിക്ക് രാവിലെ കഴിക്കാൻ ഇഷ്ടമല്ല. വെയിറ്റ് ഗൈസ്, ആഹാരം കഴിച്ചിട്ട് കാണാം. ഓക്കെ ഈ കഴിക്കും. ക്യാമറ എടുത്തൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ കൈയൊക്കെ കഴുകി സെറ്റായി. ഇനി നമുക്ക് ബാഗ് കൊണ്ടുവയ്ക്കണം. ഗൈസ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാഗ് ഇവിടെ വയ്ക്കും ഗൈസ്. ഇതാണ് ബാഗ്. ഇത് ഗൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഗൈസ് കാറിലല്ല ഗൈസ് പോകുന്നത്, നമ്മൾ ഊട്ടോയിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ കാറും കുട്ടനും നമ്മളും സെയിം അളവല്ലേ. ദിസ് ഇസ് മൈ കാർ. കാണാൻ പറ്റുമല്ലോ കാറിൻ്റെ മണ്ടയിൽ ചെരുപ്പോ? അതെന്തൊരു ടോക്ക് ഗൈസ്. അത് മഴ പെയ്തപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് ഗൈസ്. ദിസ് ഈസ് മൈ കാർ. ഹൗ ദിസ് എസ് എന്ന് നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് മൊത്തം വൈറ്റ് ആയിട്ടാണ് അധികം. കണ്ടോ ഗൈസ് വെയിറ്റ് ചെയ്യും ഗൈസ്. ഡാഡി കണ്ടാൽ നിങ്ങൾക്ക് കാണാമെന്ന് മനസ്സിലാക്കും. കണ്ടോ ഗൈസ്. ദാറ്റ് ഈസ് മൈ ന്യൂ കാർ. ഫ്രോൺസ് ആണ് ഗൈസ്. മൈ മദർ അങ്ങ് വരെ ഓട്ടിക്കാനൊക്കെ അറിയാം. എന്നാലും ഇത് ഓട്ടിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് ഓട്ടിക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓട്ടിക്കറിയാമെങ്കിൽ ഇതിന് ഓട്ടോയിൽ പോകണ കാറിൽ പിറ്റൂടെ. ഗൈസ് കണ്ടോ ഗൈസ് മൊത്തം ഇതായി. പോയല്ലേ സെറ്റ് ഗൈസ്. അപ്പം ഐലൈനർ പഠിച്ചു. ഫുൾ മേക്കപ്പ് ഈസ് ഫിനിഷ്ഡ്. ദിസ് ഈസ് മൈ ഔട്ടർ ലുക്ക്. ഗൈസ് കറി
വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഇത് പോയി ആവശ്യമല്ലോ. കണ്ടോ ഗൈസ്, ദിസ് ഈസ് മൈ ഔട്ടർ ലുക്ക്. അപ്പം നമ്മൾക്ക് ഒരു പുതിയ പൂച്ചക്കുട്ടിയെ കിട്ടി. പുതിയ പൂച്ചക്കുട്ടിയെ കിട്ടിയല്ല, പറഞ്ഞ് സമയമാറായി. വാച്ചും കൂടി ഇനി കെട്ടണം. ഇപ്പം കെട്ടിട്ട് പോയി ഗൈസ്. ഒരു പൂച്ചക്കുഞ്ഞുണ്ടല്ലേ ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ പൂച്ചക്കുഞ്ഞിനെ നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ പൂച്ചക്കുഞ്ഞില്ല ഗൈസ്. പൂച്ചക്കുഞ്ഞിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. ഗൈസ് വെളിയിറങ്ങുമ്പോൾ സൂര്യപ്രകാശം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ക്യാമറ ഭയങ്കര വെട്ടം ടേക്കിംഗ് ഉണ്ട്. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഷെറ്റ് 2 മാസം എത്ര പെട്ടെന്നല്ലേ പോയാലും നമ്മളറിഞ്ഞില്ല. അറിയാതെ പറയുന്ന പക്ഷേ ഗൈസ് നമ്മൾ ഇന്ന് സെറ്റപ്പായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഏത് അവസ്ഥയിലായിരിക്കും പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എൻ്റെ മിററിൽ അത് നിങ്ങൾ കാണിച്ചു തന്നില്ല വെള്ളം കേട്ടോ ഗൈസ്. നിങ്ങൾ കാണിച്ചു തന്നില്ല. എനിക്കിവിടെ ഒരു കുത്തുണ്ടായിരുന്നു. സോറി, ഇങ്ങനെ ഹൈലൈനറിൻ്റെ വര ഉണ്ടായിരുന്നു ഗൈസ്. കുത്തല്ല ഗൈസ്. നമ്മളിങ്ങനെ പോയി ഇഷ്ടംപോലെ നടക്കാറുണ്ട് ഇവിടെ നിന്ന്. പക്ഷെ നമ്മൾ സ്കൂളിൽ നിന്ന് നടന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ എന്ന് വിട്ടിട്ടാണ് നിങ്ങൾ ഓട്ടോയിൽ തന്നെയല്ലേ പോകുന്നത്. ഇന്ന് ഇത്തിരി മാറ്റി പിടിച്ചില്ലെന്ന് വെച്ചാൽ തിരിച്ച് സ്കൂൾ ബസ്സിലാണ് വരുക. അത് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. എന്നെങ്കിലും സ്കൂൾ ബസ്സിൽ പോകണ വീഡിയോ കാണിച്ചു. അപ്പം ഗൈസ് അത് ഇതിനായിട്ട് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്കൂൾ ബസ്സിലാണ് ട്യൂഷൻ. ഞാൻ 11th ബസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ ഓട്ടോയിൽ പോകുന്ന വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഓട്ടോയിൽ പോകുന്ന വീഡിയോ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കണം. ഓക്കെ, വെട്ടം ചില ഭാഗത്ത് വരും. ചില സമയത്ത് ഞാൻ കട്ട് ചെയ്തേ കാണിക്കത്തുള്ളൂ. ഓക്കേ ഗൈസ്, നമ്മൾ ഓട്ടോ ഇരുന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഓട്ടോയിലെത്തി. ഓട്ടോയിൽ കയറി നമ്മൾ പോകുന്നു. ഓട്ടോയിലെത്തി നമ്മൾ പോകുന്നു. കാടിനുള്ളിലേക്ക്. നല്ല രസമില്ലേ കാണാൻ, നല്ല കാടിൻ്റെ ഉള്ളിൽ പോകാൻ. പരിമിയടിയോ പിടിച്ചിരിക്കൂല, ചിലപ്പോൾ കട്ടാക്കിയും ചെയ്യും. നല്ല രസമായിട്ടാണ് നമ്മൾ കാടിനുള്ളിലാണ് പോകുന്നത് ഗായ്സ്. ഇത് കണ്ടോ, നല്ല രസമാണ്. അടിപൊളി വ്യൂവിലാണ് നിൽക്കുന്നത്. കിടിലം വീട്. ഗായ്സ് എൻ്റെ ചേച്ചിയാണ് ഗായ്സ്. ഇങ്ങനെ ചേച്ചി കണ്ടു കാണിച്ചു. അപ്പം ഈ വീട്ടിലൊരു ചേച്ചിയുണ്ട്. അതിൻ്റെ അപ്പുറത്താണേ ആയിഷ ചേച്ചി, സാർ ചേച്ചി, താറ്റാ. അവിടുത്തെ താറ്റ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല രസമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടാണ്, നല്ല വ്യൂവിൽ നമ്മൾ പോകുകയാണ്. എനിക്കറിയില്ലേ ഏത് ക്ലാസ്സിലാണ്, ഏത് ഡിവിഷനിലാണ്, എങ്ങനെയാണ്. UKG പിള്ളേരുടെ ക്ലാസ്സിലാണ്, LKG പിള്ളേരുടെ ക്ലാസ്സിലാണ്, അത് അപ്പുറത്തെ ബ്ലോക്കിലാണ്, എനിക്കൊന്നും അറിയില്ല. LKG പിള്ളേർ UKG പിള്ളേരുടെ ക്ലാസ്സിലൊന്നും ആയിരിക്കില്ല എന്നൊരു പിടുത്തമുണ്ട്. അല്ല വേറെ ഒന്നും എനിക്ക് ഐഡിയ ഇല്ല. ഇപ്പോൾ സ്കൂളെത്താറായി ഏകദേശം. കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്കൂളെത്തി. കയറുമ്പോൾ കാണിച്ചു തരാം സ്കൂൾ എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം എന്തരാണ്, ഇപ്പം നല്ലോണം ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സ്കൂളിൽ എത്തിയിട്ട് അങ്ങനെ അറിഞ്ഞാൽ മതി. നമ്മൾ ടു എക്സൈറ്റഡ് ആക്കുമ്പോൾ ആളങ്ങനെ അൺഎക്സൈറ്റഡ് ആക്കുമ്പോൾ നോ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോകും. പിന്നെ കുറച്ച് ശോകമായിരിക്കും അവസ്ഥ.
ഗൈസ്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് സ്കൂളിൽ പോകുന്നത് എനിക്ക് എക്സൈറ്റഡ്. ഐ ആം ടു എക്സൈറ്റഡ്. ബട്ട് എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞാൻ എക്സൈറ്റഡ് ആവില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്ലാസ് ആണെങ്കിൽ എനിക്ക് ഐ ആം നോട്ട് എക്സൈറ്റഡ്. ഐ ആം റിയലി ടെല്ലിങ് ഐ ആം നോട്ട് എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഐ ആം നോട്ട് എക്സൈറ്റഡ്. എൻ്റെ ഫേവറേറ്റ് ക്ലാസ്സിലല്ലെങ്കിൽ ഐ ആം നോട്ട് എക്സൈറ്റഡ്. നോട്ട് എക്സൈറ്റഡ്. യു മീൻ ഐ ആം നോട്ട് എക്സൈറ്റഡ്. നിങ്ങൾ വിചാരിക്കാൻ ഭയങ്കര എക്സൈറ്റഡ്. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ ഞാൻ നോട്ട് എക്സൈറ്റഡ്. വീട്ടിൽ കാറൊക്കെ ഉണ്ട്, എന്നിട്ടാണ് അറിഞ്ഞൂട. അമ്മയ്ക്ക് കാർ എടുക്കണ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഓട്ടോയിൽ പോകണേണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. നോട്ട് ദാറ്റ്. നമ്മളിനി കുറച്ച് പേര് ആകാശം കണ്ടിട്ടാണ് പോണേന്നൊക്കെ ചോദിക്കും. ആകാശം കണ്ടിട്ടാണല്ല. നമ്മുടെ സ്കൂളിപ്പോൾ കയറും, അപ്പോഴത്തേക്ക് നല്ല ക്യാരക്ടർ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഷോളിൻ്റെ ഇടയിലൊക്കെ ആയിപ്പോയി. സോ മണി സംഭവമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാറുണ്ട്, ഈ കാർ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് നിൽക്കും കേട്ടോ. കണ്ട നമ്മുടെ ബസ് അങ്കിളർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പേടിച്ചു പോയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുന്നത്. കണ്ട എൻ്റെ അമ്മയുടെ മുഖം നല്ല കിഡ്ലോസ്തനാണ്. കാഴ്ച ഇപ്പോൾ സ്കൂളെത്തും. ഇപ്പോൾ ചെറിയതായിട്ടൊന്ന് ബലറാവും. ഞാൻ പറയുമ്പോൾ ഓക്കെ ആവും. ഇപ്പം ഏകദേശം ഓക്കെ ആയി ഇല്ലേ ഗായ്സ്? ഓക്കെ ആയില്ലേ? ഇനി ബലർ വരൂല കേട്ടോ ഗായ്സ്. ഇനി നമ്മുടെ സ്കൂളെത്താറായി. ഇപ്പോൾ വീണ്ടും എൻ്റെ അമ്മയുടെ മുഖം കാണും കേട്ടോ. 3, 2, 1 കണ്ടോ. എങ്ങനെയുണ്ട് എൻ്റെ മുക്കാണ്? എൻ്റെ അമ്മ ക്യാമറ വരുന്ന ഇഷ്ടമില്ല, എന്നാലും നമ്മൾ കാണിച്ചിരിക്കും. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരാൾ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, നമ്മൾ ചെയ്യുമല്ലോ. ഒരു ഗീവ് അവയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയായിരിക്കും അല്ലേ? ഞാൻ ഗീവ് അവയ്ക്ക് വേണ്ടി എപ്പോഴായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയെ എന്ന് ഇവരെ വിചാരിക്കും. നിങ്ങൾ ഒരാൾ കമൻറ്റ് ഇട്ടെങ്കിലും ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഗോ വീഡിയോ. നിങ്ങൾ ഇനിയിപ്പോൾ അത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സ്കൂൾ ഗോ വീഡിയോ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ കണ്ട BPM മോഡൽ സ്കൂൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാവുന്നതാണ്. അടിപൊളിയാണ്. ഞാനാണ് ഇത് ഫ്രണ്ടിൽ കൂടെ പോണോ. അടിപൊളിയായിട്ട് നമ്മൾ സ്കൂളിൽ ചേരുന്നതാണ്. എപ്പോഴാണ് വേണമെങ്കിലും അവിടെയാണ് ബസ് ഇടുന്നത്. ഇവിടെയാണ് സാധാരണ ഇടാറ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്കൂള്. അവസാനം നമ്മുടെ സ്കൂളിലെത്തി. ഇനിയിപ്പം ഞാൻ സ്കൂൾ എങ്ങനെയാണ്, ഇതാണ് എൻ്റെ മലയാളം ടീച്ചർ. ഇപ്പോഴാണ് എന്തോ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്കൂൾ. എൻ്റെ യൂണിഫോമൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സ്വീറ്റ് ഡ്രീംസ്. Go to school. Bye bye.